ഹായ് കൂട്ടുകാരെ, ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത്. ഒരു സംശയം ചോദിക്കുകയാണേ. ഈ കടുക് താഴെ വീണാലേ വഴക്കുണ്ടാവുമോ? എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കടുക് താഴെ, കുറച്ചല്ല, ഒരു 100-ൻ്റെ ഒരു പാക്കറ്റ്, അത് ഞാൻ പൊട്ടിച്ച് ടിന്നിൽ ഇടുന്ന സമയത്ത് ടിന്ന് മറിഞ്ഞ സമയത്ത് ടിന്ന് പിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കയ്യിലിരുന്ന കവറിൽ ബാക്കിയിരുന്നതും പോയി. അങ്ങനെ 100-ൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് താഴെ പോയി. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന കൂടത്ത് സ്പൂണിൽ നിന്ന് 1-2 പോവുമായിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമം വരുത്തില്ലായിരുന്നു. പക്ഷേ ആ 100-ൻ്റെ ഒരു പാക്കറ്റും താഴെ പോയി. അപ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കടുക് താഴെ പോയാൽ വഴക്കുണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരോട് വിളിച്ച് ഞാൻ ചോദിച്ചെടി, ഇതേപോലൊരു സംഭവം ഉണ്ടായി, ഇത് സത്യമാണോ? എനിക്കാകെ പേടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി സത്യമാണ്, ഞാൻ ഒരു പ്രാവശ്യം എടുത്തപ്പം സ്പൂണിൽ നിന്ന് 2-3 എൻ്റെ കയ്യിൽ നിന്ന് പോയി താഴെ പോയി. അപ്പോൾ തന്നെ വീട്ടിൽ വഴക്കുണ്ടായി, നല്ല വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഒന്നുകൂടെ വിഷമമായി, വഴക്കുണ്ടാവുമെന്ന്. എനിക്ക് വഴക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ വഴക്ക് ഭയങ്കര പേടിയാണ്. അപ്പം പേടി എന്ന് പറഞ്ഞാൽ വയറ്റിനകത്തൊരു തീ പോലെ ഈ വഴക്ക് കാണുമ്പം. അപ്പോൾ ആ ഒരു പേടി വെച്ചിട്ടാണ് അപ്പോൾ തൊട്ട് വയറ്റിനകത്ത് എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത. എന്താണെന്ന് പറഞ്ഞാൽ ഇനി വഴക്കുണ്ടാവുമോ, ആരുമായിട്ടായിരിക്കും വഴക്കുണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ഭയമായി. അപ്പം പണ്ടുള്ളവർ ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാന്നൊന്നും അറിയത്തില്ലല്ലോ. ഈ കടുകൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ലേ. അപ്പോൾ അതൊക്കെ നിലത്തൊക്കെ പോയിട്ട് നമ്മൾ തൂത്തുവാരി എടുക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞാൽ കച്ചടയൊക്കെ അതിനകത്താവുമല്ലോ. ഇത് നുള്ളിപ്പറക്കി എടുക്കാനും പാടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അവരങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണോ അറിയത്തില്ല. പിന്നെയും പണ്ടുള്ളവർ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കസേരയിലിരുന്ന് കാലാട്ടരുത്, ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കരുത്, പിന്നെ ഒരാൾ പുറത്തോട്ട് പോകാൻ വരുമ്പോഴത്തേക്ക് ചൂലും കൊണ്ട് മുറ്റത്ത് നിൽക്കരുത്, ചൂല് എപ്പോഴും വാതിലിൻ്റെ അവിടെ, അതായത് നമ്മുടെ അടുക്കള വാതിലിൻ്റെ അവിടെ കുത്തിച്ചരി വയ്ക്കണം. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉമ്മറപ്പടിയിൽ സ്ത്രീകൾ ഇരിക്കരുത്, പകൽ കിടന്ന് സ്ത്രീകൾ ഉറങ്ങരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടുള്ളവർ തന്നെയല്ല, ഒരുവിധപ്പെട്ട വീടുകളിലെ അമ്മമാർ, കുറച്ച് പ്രായമായ അമ്മമാരെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതും അതുപോലെ